ഹേ ഗായ്സ്, ഈ ഒരു വീഡിയോ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. പുതിയ മെമ്പേഴ്സ് എല്ലാം ചോദിക്കുന്നത് ഗൈഡ് ഉണ്ടോ, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം, ഇതിൻ്റെ വാലറ്റ് സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ്, പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ ഐ വിൽ ബി ഷോയിങ് ഹൗ ടു ക്രിയേറ്റ് എ ബൈ ആഡ്, ഹൗ ടു ക്രിയേറ്റ് സെൽ ആഡ് ആൻഡ് ദ വാലറ്റ് ക്രിയേഷൻ. സോ ഇതുപോലുള്ള ഡൗട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. വെയിറ്റ്. സോ നിങ്ങളിപ്പോൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത്, സോ അതിൽ പോവുക. സോ നമ്മുടെ ബോട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. സോ ബോട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഓപ്പൺ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. സോ ഓപ്പൺ ആപ്പ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, കണക്ട് വാലറ്റും ബോട്ട് വാലറ്റും. സോ ഇവിടെ കണക്ട് വാലറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്റ്റേണൽ വാലറ്റ്സ് ആണ്. സോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു വാലറ്റ് ഉണ്ട്, ലൈക്ക് മെറ്റാമാസ്ക്, റാബി, ട്രസ്റ്റ് വാലറ്റ്, ഇതുപോലുള്ള വാലറ്റ് നിങ്ങൾക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ USDT അതിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് മീൻസ് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് വാലറ്റ് കണക്ട് ചെയ്തിട്ട് USDT നമുക്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. സോ അതല്ല, കുറച്ചുകൂടെ ഈസി ആയിട്ട് വാലറ്റ് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ബോട്ട് വാലറ്റ് യൂസ് ചെയ്യാം. സോ ബോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. സോ ഇതിലേക്ക് നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന USDT അല്ലെങ്കിൽ USDC നിങ്ങൾ ബോട്ട് വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ വാലറ്റാണ്, അത് റാബി വാലറ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ ഞാൻ റാബി വാലറ്റ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു പോപ്പപ്പ് വരും. സോ ഞാൻ ഓൾറെഡി എൻ്റെ റാബി വാലറ്റ് ഇവിടെ കണക്റ്റഡ് ആണ്. സോ ഞാനിവിടെ കണക്റ്റ് കൊടുത്തു. നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്തിട്ട് ബേസിലേക്കാണ് ഇപ്പോൾ അത് പോയിട്ടുള്ളത്. സോ എൻ്റെ ഈ ഒരു വാലറ്റാണ് ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ബോട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, പ്രൊഫൈലിൽ പോവുക. സോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബയോ അതുപോലെ സോഷ്യൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ, ഇൻസ്റ്റാഗ്രാം, എക്സ് അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റ് യൂസേഴ്സിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ഇത് കമ്പൽസറി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേയ്മെൻറ്റ് മെത്തേഡ്സ്. സോ ഈ ഒരു സംഭവം നിങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റത്തുള്ളൂ. സോ നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ്സിൽ പോവുക, നിങ്ങളുടെ UPI ID, അതുപോലെ നിങ്ങളുടെ ഏത് പേയ്മെൻ്റ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഫോൺ നമ്പറും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. ദെൻ റിസീവ് വാലറ്റ് അഡ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ട് വാലറ്റിലായിരിക്കും നിങ്ങൾക്ക് USDC റിസീവ് ആവുക. സോ നിങ്ങൾ ഈ ഒരു ആപ്പ് വഴി നിങ്ങൾ USDT അല്ലെങ്കിൽ USDC വാങ്ങുവാണെങ്കിൽ ബോട്ട് വാലറ്റിലായിരിക്കും നിങ്ങൾക്ക് റിസീവ് ആവുക. സോ ഇത് പുതിയ യൂസേഴ്സിന് കുറച്ച് ഫ്രിക്ഷൻ ആയിരിക്കും. അതായത് ബോട്ട് വാലറ്റിലേക്ക് നമുക്ക് USDT അല്ലെങ്കിൽ USDC വരുമ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ട് വാലറ്റിൽ നിന്ന് നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്കോ അല്ലെങ്കിൽ വേറൊരു നിങ്ങളുടെ മെയിൻ വാലറ്റിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ ഗ്യാസ് ഫീ വേണം. സോ ഗ്യാസ് ഫീ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ BSC ചെയിനിലാണെങ്കിൽ USDT വാങ്ങുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് BNB ഗ്യാസ് ഫീ ആയിട്ട് വേണം. സോ നമ്മുടെ ബോട്ടിൽ നിങ്ങൾക്ക് എഗെയിൻ പിന്നെ ആരുടെങ്കിലും കയ്യിൽ നിന്നോ എക്സ്ചേഞ്ചിലേക്ക് നിന്നോ BNB ഗ്യാസ് ഫീ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങേണ്ടി വരും. സോ അതൊരു ഫ്രിക്ഷനാണ്. സോ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് റിസീവ് വാലറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അഡ്രസ്സ് കൊടുക്കാം. സോ എക്സ്ചേഞ്ചിൽ പോവുക, അപ്പോൾ ബൈനാൻസ് ആണെങ്കിൽ ബൈനാൻസിൽ പോവുക, അവിടെ BNB അല്ലെങ്കിൽ USDT EVM അഡ്രസ്സാണ്, ഒരു 0x തുടങ്ങുന്ന ഒരു EVM അഡ്രസ്സാണ്. സോ ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്ത് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ, സോ നിങ്ങൾ ബോട്ട് ത്രൂ വാങ്ങുന്ന എല്ലാ USDT നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ മെയിൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ അല്ല, ഡയറക്റ്റ് അതിലേക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക്. സോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ബോർഡിൽ കയറുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, പേയ്മെൻറ്റ് മെത്തേഡും റിസീവ് വാലറ്റ് അഡ്രസ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം വാലറ്റ് കണക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി ഇപ്പോൾ റാബി വാലറ്റാണ് കണക്ട് ചെയ്തത്, അതുകൊണ്ടാണ് അവിടെ കണക്റ്റഡ് വാലറ്റ് അല്ലെങ്കിൽ വാലറ്റ് കണക്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്വിച്ച് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഒരു ബോട്ട് വാലറ്റാണ്. സോ കണക്റ്റഡ് വാലറ്റ് ഇപ്പോൾ കാണിക്കുന്നത് ബോട്ട് വാലറ്റാണ്. സോ നിങ്ങളുടെ വാലറ്റ് ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്തിട്ട് ബോട്ട് വാലറ്റിലേക്കാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. സോ നിങ്ങൾ ഈ 3 കാര്യം നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തു. സോ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോ നിങ്ങൾക്കിപ്പോൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യണം. സോ നിങ്ങൾക്കൊരു ഡോളർ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വരേണ്ട ഒരു ടാബാണ് വാലറ്റ് ടാബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് P2P എസ്ക്രോ വോൾട്ട് എന്ന് പറഞ്ഞൊരു വോൾട്ട് ഉണ്ട്. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട്. സോ നിങ്ങളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ USDT അല്ലെങ്കിൽ USDC സോ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. സോ ഞാനിവിടെ ടോപ്പ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സോ BSCയിൽ USDT ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വാലറ്റ് ബാലൻസ് കാണിക്കുന്നത് 5 USDT ആണ്. സോ ഞാനിപ്പോൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 1 USDT ആഡ് ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ BNBയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. സോ നെക്സ്റ്റ് എനിക്ക് അപ്രൂവ് ചെയ്യണം. സോ ഞാൻ അപ്രൂവ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് റാബി വാലറ്റിൽ പോപ്പ് വരും. സോ എൻ്റെ എക്സ്റ്റേണൽ വാലറ്റ് ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ എനിക്ക് പോപ്പ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ബോട്ട് വാലറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ജസ്റ്റ് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് അതിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ സൈൻ ഇൻ കൊടുക്കുന്നു. സോ അടുത്ത അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് എഗെയിൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡെപ്പോസിറ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തു. സോ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം എൻ്റെ P2P എസ്ക്രോ വോൾട്ടിൽ ഇപ്പോൾ ഒരു 1 USDT ആഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് നമ്മുടെ ബോട്ടിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിത് ഓൺ ചെയിൻ ആയിട്ട് തന്നെ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ കോൺട്രാക്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഇതല്ല, സോറി,
ഇതാണ് നമ്മുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ ഇത് റീലോഡ് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു പേജ്. സോ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ഈ ഒരു ട്രാൻസാക്ഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. 27 സെക്കൻഡ് അഗോ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തൊരു എൻ്റെ അഡ്രസ്സാണിത്. വാലറ്റ് അഡ്രസ്സിൽ നിന്ന് ഞാൻ ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. സോ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു $101 ആരൊക്കെയോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ OnUSDTയും ഇതിലാണ് കിടക്കുന്നത്. ആൻഡ് സോ നമ്മൾ ഈ ഒരു കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 55 ഡേയ്സ് അഗോ ആണ് ഈ ഒരു കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു 55 ഡേയ്സിൽ തന്നെ നമുക്ക് 1000+ ട്രാൻസാക്ഷനും ഈ ഒരു കോൺട്രാക്റ്റിലൂടെ നടന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം ഡെപ്പോസിറ്റ് റിലീസ്, ക്രിയേറ്റ് ട്രേഡ് റിലീസ്. സോ ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, ആർക്ക് വേണമെങ്കിലും ഇത് ചെക്ക് ചെയ്യാം. സോ ഞാനിപ്പോൾ എൻ്റെ വോളറ്റിൽ ഞാനിപ്പോൾ OnUSDT ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ USDT നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോയും ചെയ്യാം. സോ സെയിം USDT പോവുക, OnUSDT കൊടുക്കുക, കൺഫേം കൊടുക്കുക, നമ്മുടെ റാബി വാലറ്റിൽ പോപ്പപ്പ് വരും, നിങ്ങൾക്ക് അങ്ങനെ വിഡ്രോ ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. സോ ഞാൻ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെല്ല് കൊടുക്കുക, BSC കൊടുക്കുക, USDT കൊടുക്കുക. സോ എൻ്റെ എമൗണ്ട് ഞാൻ OnUSDT ഞാൻ ഇവിടെ കൊടുക്കുക. ആൻഡ് റേറ്റ് ഒരു 50 കൊടുക്കുക. കാര്യം ഈ ഒരു പെട്ടെന്ന് വാങ്ങിച്ച് ലൈവ് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കിവിടെ ആഡ് ഡ്യൂറേഷൻ ഞാനൊരു 7 ഡേ കൊടുക്കുകയാണ്. നോട്ട് ഒന്നും കൊടുക്കുന്നില്ല ഞാൻ. നോട്ട് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുക. സോ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷനും ഇവിടെ കാണാം. സോ എന്താണ് ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ന്യൂ ട്രേഡേഴ്സിന് മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആഡ് ബൈ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ പുതിയ യൂസേഴ്സിന് മാത്രമേ ബൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡീലേഴ്സ്, സോ നമുക്ക് യൂസർ നെയിം സെർച്ച് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് ട്രേഡ്സിൻ്റെ കൗണ്ട് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു യൂസറിന് മാത്രമേ നിങ്ങളുടെ ആഡ് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ ബ്ലോക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡീലറുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ പുള്ളിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, സോ നിങ്ങൾക്ക് ആ ഒരു പുള്ളിനെ ഇവിടെ ഒഴിവാക്കാൻ പറ്റും. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പ്ലെയിൻ ആയിട്ട് ഇടുകയാണ്. ആൻഡ് ഞാനിവിടെ പബ്ലിഷ് കൊടുക്കുക. സോ നിങ്ങൾക്ക് കാണാം നമ്മുടെ തന്നെ 2 ഗ്രൂപ്പിലേക്ക് P2P കേരള ആൻഡ് P2P ഫാദർ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഷിജാസ് വാണ്ട്സ് ടു സെൽ OnUSDT റൈറ്റ്. സോ നമ്മുടെ തന്നെ 2 ഗ്രൂപ്പിലും ഈ ഒരു ആഡ് പോയിട്ടുണ്ട്. എനിക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ഒരു ബയ്യർ വന്നിട്ടുണ്ട്. ഒരു ബയ്യർ ആ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. സോ ആ ഒരു ആഡിൽ നിങ്ങൾ പോസ്റ്റ് പോയാൽ ഇപ്പോൾ കാണാം ലോക്ക്ഡ് ആണ്, ട്രേഡ് ഇൻ പ്രോഗ്രസ് ആണ്. സോ എനിക്ക് ഈ ഒരു ഓർഡേഴ്സിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓർഡേഴ്സിൽ പോവുക, ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരു സെല്ലർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ എന്താ ചെയ്യുക, പേയ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ചാറ്റിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. പേ ഫാസ്റ്റ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. സോ എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുള്ള. സോ പുള്ളിക്കാരൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് സെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി ഇവിടെ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ UPI അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പേയ്മെൻറ്റ് റിസീവ് ആയോ എന്ന് കൺഫേം ചെയ്യുക. സോ എനിക്കിപ്പോൾ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്, എൻ്റെ ഫോണിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുള്ള. സോ ഞാനിനി എന്താ ചെയ്യുക, പേയ്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യാം. സോ ഞാനിവിടെ പോവുക, ആൻഡ് സോ പുള്ളിക്കാരൻ ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ സ്ലൈഡ് കൊടുക്കുക കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ട്രേഡ് റിലീസ് ആയിട്ടുണ്ട്. സോ ഇത് നമുക്ക് സോ ലൈവായിട്ട് തന്നെ ഒരു ആഡ് കംപ്ലീറ്റ് ആയ ഒരു ഇത് നിങ്ങൾക്ക് കാണാം. ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷിജാസ് സോൾഡ് OnUSDT ടു ഫാങ് ഹാഷ് ഒഫീഷ്യൽ അക്കൗണ്ട്. സോ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. സോ ഇതാണ് ഈ ഒരു 29 സെക്കൻഡ് എഗോ നടന്നൊരു ട്രാൻസാക്ഷൻ. ഞാൻ 0.USDT കോൺട്രാക്ട് അഡ്രസ്സിൽ നിന്നും പുള്ളിക്കാരൻ്റെ അഡ്രസ്സിലേക്ക് റിലീസ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ കോൺട്രാക്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം. സോ 45 സെക്കൻഡ്സ് എഗോ റിലീസ് ആയിട്ടുള്ള അഡ്രസ്സാണ്. സോ ഇങ്ങനെയാണ് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ആഡ് ബൈ ക്രിയേറ്റിംഗ് കൊടുക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ USDT സെല്ലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതുപോലെ നമുക്ക് USDT വേണം ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബൈ പോവുക. സോ ഏത് നെറ്റ്വർക്കാണെന്ന് ചൂസ് ചെയ്യുക. സോ കറൻറ്റ്ലി നമ്മൾ 2 നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട് നമുക്ക്, BSCയും ബേസും. സോ ഞാൻ BSC ക്ലിക്ക് ചെയ്യുക, USDT പോവുക. എനിക്ക് വേണ്ട USDT 10 USDT ഞാൻ കൊടുക്കുക. ആൻഡ് എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100. സോ എനിക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഇവിടെ ചൂസ് ചെയ്യാം. സോ ഞാൻ UPI, IMBS ഇതെല്ലാം ഞാൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആ ഡ്യൂറേഷൻ കൊടുക്കാം. സോ ഈ ഒരു ഡ്യൂറേഷൻ നോക്കുമ്പോൾ സോ ഞാനൊരു 6 ഹവർ കൊടുക്കുക. സോ ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ആഡ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. സോ ഒരു 6 മണിക്കൂർ മാത്രമേ അത് എല്ലാ ഗ്രൂപ്പ്സിലും അത് ആക്റ്റീവായിട്ട് കിടക്കത്തുള്ളൂ. സോ ഞാൻ പബ്ലിഷ് കൊടുക്കുകയാണ്.
സോ നമ്മുടെ ഈ ആപ്പിലും ഇത് നമുക്ക് ലൈവായിട്ട് തന്നെ P2P പോയാൽ സെൽ ബൈ ഇതിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതുവഴി നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. സി സോ നമ്മുടെ ഒരു ബൈ ആഡ് ഇതുപോലെ 2 ഗ്രൂപ്പ്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാനും ബൈ ചെയ്യാനും അതുപോലെ വാലറ്റ് സെറ്റപ്പ് ആയാലും ഇത്രയും സിമ്പിളാണ്. സോ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് തന്നെ DM ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ മെൻഷൻ ചെയ്യുക. സോ ഓക്കെ, ബൈ ദെൻ.